2020 ഡിസംബർ 14 രാത്രിയാണ് മുഹമ്മദ് സാഹിബിന്റെ ജീവിതം അട്ടിമറിക്കപ്പെട്ടത്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ നാസിർപൂർ ഗ്രാമത്തിലെ സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടിക്ക് ശേഷം മുഹമ്മദ് സാഹിബ് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഏതാനും പേർ വളഞ്ഞു വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. എന്താണ് സംഭവമെന്ന് നോക്കാൻ അവൻ അവിടേക്ക് പോയി. പക്ഷേ അവർ അവനെ ആക്രമിക്കുകയാണ് ചെയ്തത്. കൂലിവേല ചെയ്ത് കുടുംബം നോക്കുന്ന ആ 16-കാരൻ അന്ന് രാത്രി വീട്ടിലെത്തിയില്ല. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് അടുത്ത ദിവസം രാവിലെ വീട്ടുകാർക്ക് അറിയിപ്പ് കിട്ടിയത്. ദളിത് സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടിക്കും 16 വയസ്സ് തന്നെയായിരുന്നു പ്രായം. ഡിസംബർ 15 പെൺകുട്ടിയുടെ പിതാവ് സാഹിബിനെതിരെ പോലീസിൽ പരാതി നൽകി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ആരോപണം. തുടർന്ന് 2020 നിയമവിരുദ്ധ മതപരിവർത്തനം തടയൽ ഓർഡിനൻസ് പ്രകാരം കേസെടുത്തു. ഈ നിയമം ലവ് ജിഹാദ് നിയമം എന്നാണ് ഹിന്ദുത്വ വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. ഹിന്ദുത്വർ വികസിപ്പിച്ചെടുത്ത ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ലവ് ജിഹാദ്. ഹിന്ദു സ്ത്രീകളെ പ്രണയം നടിച്ച് മുസ്ലിമാക്കാൻ സംഘടിത ഗൂഢാലോചനയുണ്ടെന്നാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ വാദം. യോഗി ആദിത്യനാഥ് സർക്കാർ നിയമം കൊണ്ടുവന്ന ശേഷം ആദ്യമായി ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളായിരുന്നു സാഹിബ്. 5 വർഷം കഴിഞ്ഞ് 2025 മെയ് 21 ബിജ്നോർ കോടതി സാഹിബിനെ വെറുതെ വിട്ടു. ഇപ്പോൾ സാഹിബിന് 21 വയസ്സുണ്ട്. മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം UPയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മുസ്ലിം പുരുഷനെ വിചാരണയ്ക്ക് ശേഷം കോടതി കുറ്റവിമുക്തനാക്കിയ ആദ്യ കേസാണ് ഇതെന്ന് സാഹിബിന്റെ അഭിഭാഷകനായ മഷ്റൂഫ് കമാൽ പറഞ്ഞു. മറ്റു കേസുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് തന്നെ കുറ്റങ്ങൾ ഒഴിവാക്കുകയോ കോടതികൾ കേസ് റദ്ദാക്കുകയോ ആണ് ചെയ്തിട്ടുള്ളത്. അമ്രോഹ, ബറൈലി, അസംഗഡ് ജില്ലകളിൽ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയെന്നാരോപിച്ചു രജിസ്റ്റർ ചെയ്ത 3 കേസുകൾ നേരത്തെ കോടതികൾ തീർപ്പാക്കിയിരുന്നു. ദളിത് സമുദായത്തിൽ നിന്നുള്ള 3 പേരാണ് ഈ കേസുകളിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടത്. 5 വർഷത്തിൽ 74 ഹിയറിംഗുകളാണ് സാഹിബിന്റെ കേസിൽ നടന്നത്. പോലീസ് കൊണ്ടുവന്ന കേസിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കോടതി കണ്ടെത്തി. കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വിധിയിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി കൽപ്പന പാണ്ഡെ ചൂണ്ടിക്കാട്ടി. സാഹിബിനെതിരെ പോലീസ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം തടയാനുള്ള പോക്സോ നിയമത്തിലെ ചില വകുപ്പുകളും SC/ST പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തി. മുസ്ലിം സ്വത്വം മറച്ചുവെച്ച് സോനു എന്ന പേരിലാണ് സാഹിബ് ദളിത് പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നതെന്നും പോലീസ് ആരോപിച്ചു. വിവാഹം കഴിക്കാനും മതം മാറ്റാനുമായി 2020 ഡിസംബർ 14 രാത്രി 11 പെൺകുട്ടിയെ ബർഗാര ചൗഹാൻ ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് സാഹിബ് ഇറക്കിക്കൊണ്ടുവന്നു എന്നാണ് പോലീസ് ആരോപിച്ചത്. സോനു മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങിയത്രേ. വീട്ടിലെത്തിയ അവൾ താൻ നേരിട്ട പ്രശ്നങ്ങൾ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകളായതിനാൽ ഡിസംബർ 17 സാഹിബിനെ റിമാൻഡ് ചെയ്തു. 6 മാസത്തിന് ശേഷം 2021 ജൂൺ 15 അലഹബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. താൻ നിരപരാധിയാണെന്നും പ്രാദേശികമായ ഒരു തർക്കമാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ കാരണമെന്നും സാഹിബ് വിചാരണ കോടതിയിൽ വാദിച്ചു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ജോലി ചെയ്തിരുന്ന സാഹിബ് ഡിസംബർ 13 നാട്ടിലെത്തിയത്. ഡിസംബർ 14 മുമ്പ് പെൺകുട്ടിയെ ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. ഈ സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തോട് പറയുകയുണ്ടായി. 2021 ഏപ്രിൽ നടക്കാനിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനിരിക്കുകയായിരുന്നുവെന്നും തന്റെ എതിരാളികളാണ് കേസിന് പിന്നിലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതെല്ലാം രാഷ്ട്രീയമാണ്. അവർ എന്റെ മകളുടെ വീഡിയോകൾ ചിത്രീകരിച്ചു. ഇത് ലവ് ജിഹാദ് കേസാണെന്ന് തെറ്റായി അവകാശപ്പെട്ടു. പോലീസുകാരുടെ നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്, പിതാവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. പെൺകുട്ടിയുടെ ഗ്രാമമായ ബർഗാര ചൗഹാൻ തന്റെ കുടുംബ ഗ്രാമമായ കിരാർഘേരിയിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണെന്ന് സാഹിബിന്റെ മൂത്ത സഹോദരൻ ആരിഫ് പറഞ്ഞു. ഞങ്ങളുടെ പിതാവ് 2016 മരിച്ചു. സാഹിബ് കുട്ടിയായിരുന്നതിനാൽ അവനെ സ്കൂളിൽ വിട്ടു. പക്ഷേ അവന് പഠിക്കാൻ ഇഷ്ടമായിരുന്നില്ല. അതിനാൽ അവനെ ഞങ്ങൾ ജോലിക്ക് വിട്ടു. വിചാരണയിൽ പെൺകുട്ടിയെ സാഹിബിന്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തി.
പോലീസ് കേസിന്റെ 3 വശങ്ങളാണ് ചോദ്യം ചെയ്തത്. സംഭവം നടന്ന സ്ഥലം, പരാതിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ, മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന ആരോപണം എന്നിവയാണ് പരിശോധിച്ചത്. തന്നെ നാസിർപൂർ എന്ന ഗ്രാമത്തിലേക്ക് സാക്കിബ് വശീകരിച്ചു കൊണ്ടുപോയെന്നാണ് CRPCയിലെ 164 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പെൺകുട്ടി പറഞ്ഞിരുന്നത്. അവിടെ വെച്ച് പേര് ചോദിച്ചപ്പോൾ സാക്കിബ് ആണെന്നും മുസ്ലിം ആണെന്നും പറഞ്ഞുവത്രേ. തുടർന്ന് സാക്കിബ് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സാഹിബിനെ തള്ളി മാറ്റി താൻ രക്ഷപ്പെട്ടെന്നും നിലവിളി കേട്ട് നാട്ടുകാർ വന്ന് സാഹിബിനെ പിടികൂടിയെന്നും പെൺകുട്ടി പറഞ്ഞു. ഡിസംബർ 14 രാത്രി വീട്ടിന് പുറത്തെ ബാത്റൂമിൽ പോയ മകൾ തിരികെ വന്നില്ലെന്ന് പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിയുടെ അച്ഛനോട് പറഞ്ഞെന്നാണ് അച്ഛന്റെ മൊഴിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അല്പസമയത്തിന് ശേഷം തിരിച്ചു വന്ന പെൺകുട്ടി ദുരനുഭവം വെളിപ്പെടുത്തിയെന്നും അമ്മ അച്ഛനോട് പറഞ്ഞു അത്രേ. എന്നിരുന്നാലും പെൺകുട്ടിയുടെ അമ്മ വ്യത്യസ്തമായ മൊഴിയാണ് നൽകിയത്. രാത്രി ശുചിമുറിയിൽ പോയ മകൾ തിരിച്ചു വന്നില്ലെന്നും രാവിലെ വന്ന് ദുരനുഭവം വെളിപ്പെടുത്തിയെന്നുമാണ് അമ്മ മൊഴി നൽകിയിരുന്നത്. രാത്രിയിലെ സംഭവങ്ങളെ കുറിച്ച് ഒന്നും പറയുകയുമുണ്ടായില്ല. സാഹിബ് തന്നെ നാസിർപൂരിൽ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലെ കുളിമുറിയിൽ താൻ പോയിരുന്നുവെന്നും പെൺകുട്ടി ക്രോസ് വിസ്താരത്തിനിടെ പറഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയത്. ഡിസംബർ 13 രാത്രി തന്റെ വീട്ടിലെ ശുചിമുറി ഉപയോഗിക്കുന്നതിനിടെ 3 പുരുഷന്മാർ തന്നെ തട്ടിക്കൊണ്ടുപോയെന്നാണ് മെഡിക്കൽ പരിശോധനയുടെ സമയത്ത് പെൺകുട്ടി ഡോക്ടറോട് പറഞ്ഞത്. 3 പുരുഷന്മാർ ചേർന്ന് തന്നെ പിടികൂടി ഒരു വണ്ടിയിലിട്ട് നാസിർപൂരിലേക്ക് കൊണ്ടുപോയെന്നും പെൺകുട്ടി വിശദീകരിച്ചു. പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അത് സാധിച്ചില്ല. നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് രക്ഷപ്പെട്ടതെന്നും അവൾ പറഞ്ഞു. കേസിൽ പിതാവിന്റെ മൊഴിയാണ് 2ാം വിഷയമായി വന്നത്. ഡിസംബർ 14 പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിലും രാത്രി വൈകി അവൾ തിരിച്ചെത്തുന്നതുവരെ അന്വേഷിച്ചുവെന്ന് പിതാവ് മൊഴി നൽകിയിരുന്നു. എന്നാൽ മകളെ കാണാതായപ്പോൾ താൻ അന്വേഷണം നടത്തിയില്ലെന്നാണ് ക്രോസ് വിസ്താരത്തിൽ പിതാവ് പറഞ്ഞത്. പെൺകുട്ടി സ്റ്റേഷനിലുണ്ടെന്ന് പറഞ്ഞ് നെഹ്തൌർ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വിളിച്ചറിയിച്ചു എന്നും പറഞ്ഞു. പെൺകുട്ടിയെ രാവിലെ വിട്ടയക്കാമെന്നാണ് പോലീസ് അറിയിച്ചതത്രേ. പെൺകുട്ടിയെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചെന്ന വാദവും കോടതിയിൽ തകർന്നു വീണു. സാഹിബ് തന്നോട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു. പോലീസിൽ പരാതി നൽകുമ്പോൾ താൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന പിതാവിന്റെ മൊഴി തെറ്റാണെന്നും മകൾ പറഞ്ഞു. ഇരയുടെയും മാതാപിതാക്കളുടെയും മൊഴികളിലെ ഈ വൈരുദ്ധ്യം പ്രോസിക്യൂഷന് വലിയ ഗുണമുണ്ടാക്കിയില്ലെന്ന് ജഡ്ജി നിരീക്ഷിച്ചു. സംശയാസ്പദമായ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഓഫീസർ അജയ് കുമാർ അഗർവാളിന്റെ മൊഴികളിൽ ഗുരുതരമായ ബലഹീനതകളുണ്ടെന്ന് കോടതി കണ്ടെത്തി. സാഹിബ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നും എവിടെ വെച്ചാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നും അയാൾക്ക് പറയാനായില്ല. കുറ്റകൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന്റെ മാപ്പ് വരച്ച ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ. സംഭവ സ്ഥലം ഗ്രാമത്തിന്റെ ഏത് ദിശയിലാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല, കോടതി പറഞ്ഞു. ആ വീട്ടിൽ എത്ര മുറികൾ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയില്ല. വീടിന് കിഴക്ക് വശത്ത് എന്താണെന്ന് ഓർമ്മയില്ല. പെൺകുട്ടി എങ്ങോട്ടാണ് പോയതെന്ന് മാത്രമാണ് മാപ്പ് പറയുന്നത്. സംഭവ സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല. ഇത് അയാളുടെ തെളിവുകളെ സംശയകരമാക്കുന്നു, കോടതി പറഞ്ഞു. പെൺകുട്ടിയുടെ ശരീരത്തിൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മെഡിക്കൽ പരിശോധന നടത്തിയ ഡോക്ടർ പറഞ്ഞു. ബലാത്സംഗത്തിന് ഇരയായില്ലെന്ന് പറഞ്ഞിട്ടും പ്രായപൂർത്തിയാവാത്ത കുട്ടിയായതിനാൽ ആവശ്യമായ പരിശോധനകൾ നടത്തിയെന്നും ഡോക്ടർ അറിയിച്ചു. എന്നാൽ ലൈംഗികാതിക്രമം നടന്നോ എന്ന റിപ്പോർട്ട് പോലീസ് തേടിയിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ അത്തരം റിപ്പോർട്ട് നൽകാറുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇരയുടെയും മാതാപിതാക്കളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സാഹിബ് കുറ്റക്കാരനാണെന്ന് പറയാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണ് സാഹിബ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്. 2020 നിയമവിരുദ്ധ മതപരിവർത്തനം തടയൽ ഓർഡിനൻസ് 2021 മാർച്ച് 5 നിയമമായി. 2024 ഓഗസ്റ്റ് 6 നിയമത്തെ കൂടുതൽ കർശനമാക്കി ഭേദഗതി ചെയ്തു. 2020 നവംബർ മുതൽ 2024 ജൂലൈ വരെ 835 കേസുകളാണ് ഈ നിയമപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്തത്. മൊത്തം 1682 പേരെ അറസ്റ്റ് ചെയ്തു. എന്നിരുന്നാലും ഈ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട കേസുകൾ കുറവാണെന്ന് അഭിഭാഷകർ പറയുന്നു. ഉത്തർപ്രദേശിലെ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ വിചാരണയിലൂടെ തെളിയിക്കാൻ പ്രയാസമാണെന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ സാഹിബിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ രമേശ് കുമാർ പറഞ്ഞു. ഇതൊരു മോശം നിയമമാണ് എന്നതാണ് കാരണം. ഹിന്ദു വലതുപക്ഷത്തിന്റെ സമ്മർദ്ദപ്രകാരമാണ് പലപ്പോഴും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്.
വ്യാജമൊഴികൾ നൽകാൻ പെൺകുട്ടിയെയും വീട്ടുകാരെയും അവർ നിർബന്ധിക്കുന്നു. കാലക്രമേണ സമ്മർദ്ദം കുറയുകയും വിചാരണ പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ മൊഴി മാറ്റപ്പെടുന്നു. നിയമവിരുദ്ധ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ ആ ദുരുദ്ദേശം തെളിയിക്കുക പ്രയാസമാണെന്ന് കുമാർ പറയുന്നു. മിക്കവാറും ഒരു ഉദ്ദേശവുമില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി മുസ്ലിം വിരുദ്ധ മുൻവിധികൾ വ്യാപകമാക്കാനുള്ള ഭരണകക്ഷിയുടെയും അതിന്റെ പ്രവർത്തകരുടെയും ശ്രമത്തിന്റെ ഫലമായാണ് കേസുകൾ ഫയൽ ചെയ്യുന്നത്, രമേശ് കുമാർ പറഞ്ഞു. അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചവും അതിശയോക്തിപരവുമായ കഥയുടെ അടിസ്ഥാനത്തിൽ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസെടുത്ത പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവണമെന്ന് രണ്ടുപേരെ വെറുതെ വിട്ട മറ്റൊരു കേസിൽ ബറേലി കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശിലെ ഈ നിയമം മതസ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്ന് തോന്നുന്നതായി 2024 മാർച്ചിൽ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കേസിൽ 2021 ജാമ്യം ലഭിച്ചപ്പോൾ സാഹിബ് ഡെറാഡൂണിലേക്ക് മടങ്ങി വെൽഡിംഗ് ജോലിയിൽ പ്രവേശിച്ചു. മാസം 10,000 രൂപയാണ് ലഭിച്ചിരുന്നത്. അതിൽ ഭൂരിഭാഗവും കേസ് നടത്തിപ്പിനായാണ് ചെലവായത്. ചില മാസങ്ങളിൽ 4 തവണ ബിജ്നോർ കോടതിയിൽ എത്തേണ്ടിയും വന്നു. സാഹിബിന്റെ കേസ് നടത്തിപ്പിനായി കുടുംബവും ബന്ധുക്കളും ധാരാളം പണം ചെലവാക്കിയെന്ന് ആരിഫ് പറയുന്നു. ഈ കേസ് മൂലം കുടുംബം പ്രതിസന്ധിയിലായെന്നും ആരിഫ് പറഞ്ഞു. കോടതി തന്നെ വെറുതെ വിട്ടെങ്കിലും കേസ് ടൈനിൽ ഒരു കറ പുരട്ടിയെന്ന് സാഹിബ് പറയുന്നു. 16-ാം വയസ്സിലാണ് ഞാൻ പ്രതിയായത്. കളിച്ചും തമാശ പറഞ്ഞും നടക്കേണ്ടതുമായ പ്രായമാണത്. ബിജ്നോറിലെ ചിലർ ഇപ്പോഴും ഞാൻ കുറ്റം ചെയ്തുവെന്നാണ് കരുതുന്നത്, സാഹിബ് പറഞ്ഞു. കേസ് മൂലം ഗ്രാമീണർ തന്റെ കുടുംബത്തെ പുച്ഛത്തോടെയാണ് കാണുന്നതെന്ന് ആരിഫ് പറഞ്ഞു. ഞങ്ങളുടെ പൂർവികർ ആരും പോലീസ് സ്റ്റേഷന് സമീപം പോലും പോയിട്ടില്ല. ഈ കേസെല്ലാം മാറ്റിമറിച്ചു, ആരിഫ് പറയുന്നു.